ഞങ്ങൾ ഒരുമിച്ച് എം.എൽ.എമാരും അതുപോലെ 5 കൊല്ലക്കാലം മന്ത്രിയുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഒരു പ്രത്യേകത, ഇബ്രാഹിം കുഞ്ഞ് അധികം സംസാരിക്കാൻ താല്പര്യമുള്ള ആളല്ല, പക്ഷേ എല്ലാവരെയും അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. മന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പിലുള്ള പ്രവർത്തനം കേരളത്തിലെ അടിസ്ഥാന വികസന രംഗത്ത് ശ്രീ ഉമ്മൻചാണ്ടിയും അദ്ദേഹവും ചേർന്നുള്ള പ്രവർത്തനം അടിസ്ഥാന വികസന രംഗത്ത് വലിയ മുന്നേറ്റം നടത്തി. 100 പാലങ്ങൾ നിർമ്മിക്കുക എന്നുള്ള ടാർഗറ്റ് വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ PWD വകുപ്പിൽ അദ്ദേഹം കർമ്മപരിപാടി ആവിഷ്കരിച്ചത്. അതുപോലെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, ഇബ്രാഹിം കുഞ്ഞ് എനിക്ക് തോന്നുന്നു FIT-യിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ദിവംഗതനായ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ഹംസക്കുഞ്ഞിൻ്റെ PA ആയിട്ട് മാറുന്നത്. അതിനുശേഷം നിരന്തരമായ അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ തെക്കൻ കേരളത്തിലെ മുഖമായി മാറി. അദ്ദേഹം 4 തവണ MLA ആയി. 4 തവണ അദ്ദേഹത്തോടൊപ്പം ഞങ്ങളെല്ലാം, ഞാനും ശ്രീ ഡൊമിനിക്കും ഒക്കെ MLA-മാരായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നേതാവാണെന്നാണ് എൻ്റെ വിശ്വാസം. നിയമസഭയിൽ 2011 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിൽ PWD മന്ത്രിയായിരുന്ന സമയത്ത് പ്രതിപക്ഷത്തു നിന്ന് അദ്ദേഹത്തിനെതിരായി യാതൊരു ആക്ഷേപവും ഉന്നയിച്ചിട്ടില്ല. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഒരാക്ഷേപവും ഉന്നയിച്ചിട്ടില്ല. പിന്നീട് അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ കേരളത്തിൽ അതുവരെ ഇല്ലാതിരുന്ന ചില മാനദണ്ഡങ്ങളും കീഴ്വഴക്കങ്ങളും ഒക്കെ സ്വീകരിച്ച് അദ്ദേഹത്തെ വേട്ടയാടുകയായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നെങ്കിലും നാനാജാതി മതസ്ഥർക്കും വളരെ സ്വീകാര്യനായിരുന്നു. അദ്ദേഹം മട്ടാഞ്ചേരി MLA ആയിരുന്നപ്പോഴും കളമശ്ശേരി MLA ആയിരുന്നപ്പോഴും അദ്ദേഹം എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു. എല്ലാവരെയും കൈയയച്ച് സഹായിക്കുന്ന ഒരു പ്രകടനക്കാരനായിരുന്നു. അമ്പലമായാലും പള്ളിയായാലും ക്രിസ്ത്യൻ പള്ളിയായാലും എല്ലാം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ കാര്യത്തിലും സഹകരിക്കുകയും എല്ലാത്തിനും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്ന ആരും, ഒരു സഹായ അഭ്യർത്ഥിച്ച് പോകുന്നവരാരും നിരാശപ്പെട്ട് പോരേണ്ടി വരില്ല. അദ്ദേഹം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവായിരുന്നു. സ്വന്തം കഠിനാധ്വാനം കൊണ്ടും നിരന്തരമായ പരിശ്രമം കൊണ്ടും ഈ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്ത് എത്തിച്ചേർന്ന അദ്ദേഹത്തിന്റെ വേർപാട് തീർച്ചയായിട്ടും അങ്ങേയറ്റം ദുഃഖകരമാണ്. കുറെ കാലമായി അദ്ദേഹം ചികിത്സയിലായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വേർപാട് ഈ സന്ദർഭത്തിൽ ഉണ്ടാകും എന്ന് ധരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ വേർപാടിൽ അങ്ങേയറ്റം ദുഃഖം രേഖപ്പെടുത്തുന്നു.